ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗംസ് ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ടും നിൽക്കല്ലേ. നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സാം ഇതാ അടുത്തെത്തി. നമ്മൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇന്ന് മിസ് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളതെന്ന് അറിയാലോ. അതിൽ ഓൾറെഡി ഒരു എസ്സേന്റെ വീഡിയോ മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ മക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കേൾക്കുക. എന്തായാലും പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കുന്ന സെറ്റ് ഓഫ് എസ്സേ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മുടെ എസ്സേയിലേക്ക് പോവാം കേട്ടോ മക്കളെ. എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു എസ്സേ ആണ് നമ്മുടെ എമർജൻസി. അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ കോൺസിക്വൻസസ് എന്തായിരുന്നു, അതിന്റെ റീസൺ എന്തായിരുന്നു. അപ്പം മെയിൻലി എമർജൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പം എന്താണ് എമർജൻസി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, ഇന്ദിരാഗാന്ധി എന്തായി മാറുന്നുണ്ട്? ഒരു ടവറിങ് ഫിഗർ ആയിട്ട് മാറുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഒരു ടവറിങ് ഫിഗർ ആയിട്ട് എവിടെ മാറുന്നു? ഇന്ത്യൻ പൊളിറ്റിക്സിൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അതേപോലെ തന്നെ ആ സമയത്ത് ഒരുപാട് പാർട്ടി കോമ്പറ്റീഷനും ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഈ ഒരു എമർജൻസിന്റെ ചാപ്റ്ററിന്റെ മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ദിരാഗാന്ധിയും സിൻഡിക്കേറ്റും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഗ്രസിലെ പവർ ബ്ലോക്ക് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പുകളാണ്. ഒഫീഷ്യലി അവര് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് വെച്ചതാണ്. ആൻഡ് ഇവിടെ മക്കളെ നോക്കിക്കേ, ഈ ഒരു എമർജൻസിയിലേക്ക് ലീഡ് ചെയ്യാൻ ഒരുപാട് ഫാക്ടറുകളുണ്ട്. അടിയന്തരാവസ്ഥയിലേക്ക് ലീഡ് ചെയ്യാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഗവൺമെന്റും ജുഡീഷ്യറിയും, അതായത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിലുണ്ടായിരുന്ന ടെൻഷൻസ്. ആ ഒരു ടെൻഷൻസ് നിന്നാണ് മെല്ലെ ഈ ഒരു നമ്മുടെ ഇന്റേണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം ഒരു ഡാർക്കസ്റ്റ് പീരീഡ് ആയിട്ട് ഇന്ന് വരെ നമുക്ക് പറയാൻ വേണ്ടിയൊന്നുമില്ല. നമ്മളിപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ പോലും ഇന്ത്യയിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പറയുന്നത് എന്തിനെയാണ്? എമർജൻസിയെയാണ്. അപ്പൊ ഈ എമർജൻസി ഇമ്പോസ് ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഇന്റേണൽ എമർജൻസി ഇമ്പോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് മക്കളെ പോകുന്നത്. പ്രധാനമായും 3 കാരണങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. സാമ്പത്തിക കാരണം ഉണ്ടായിരുന്നു, എക്കണോമിക് കോണ്ടസ്റ്റ്, സാമ്പത്തിക പശ്ചാത്തലം. രണ്ടാമത്തതോ ഗുജറാത്തിലും ബീഹാറിലും നടന്ന മൂവ്മെന്റുകൾ, ജുഡീഷ്യറിയുമായി നടന്ന കോൺഫ്ലിക്റ്റ്. ഈ 3 പ്രധാന കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. ആൻഡ് എന്താണ് ഈ സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുന്നത്? സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുമ്പോൾ 1971 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ യുദ്ധത്തോടുകൂടെ US നമ്മളെ സപ്പോർട്ട് ചെയ്ത്, അവര് നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരെന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഓയിലിന്റെ വില എന്ത് ചെയ്യുന്നു? കൂടുന്നു. നമ്മുടെ എല്ലാ എസെൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ വില എന്ത് ചെയ്യുന്നു? വൻ രീതിയിൽ കൂടുന്ന ഒരു സിനാറിയോയിലേക്കാണ് നമ്മൾ അവിടെ വരുന്നത്. ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം തകിടം മറിയാണ്. യാതൊരു തരത്തിലുള്ള വളർച്ചയും ഇല്ല. പക്ഷെ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ കൂടുകയാണ്. കാരണം ആളുകൾക്കൊന്നും ജോലിയില്ല. ഗവൺമെന്റ് എംപ്ലോയീസിന് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്? അവർ ശമ്പളം മരവിപ്പിക്കുന്ന, കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. 1972 73 പ്രോപ്പറായിട്ട് നമുക്ക് മൺസൂൺ ലഭിച്ചില്ല. അതുകൊണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇത് സാമ്പത്തിക എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള സാമ്പത്തിക പശ്ചാത്തലമാണെങ്കിൽ, നമ്മളെ ഗുജറാത്തിലും ബീഹാറിലും നടന്ന മൂവ്മെന്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണമായി മക്കളെ പറയുന്നു. എന്തിനാണ് ഗുജറാത്തിലും ബീഹാറിലും മൂവ്മെന്റ് നടത്തിയത്? ഈ 2 സ്ഥലങ്ങളിലും പൊളിറ്റിക്കൽ അജിറ്റേഷൻ അഥവാ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടന്നത് 1974 ഇത് 2 കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും ഈ മൂവ്മെന്റ് നടത്തിയത് ആരായിരുന്നു? വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. ഗുജറാത്തിലെ മൂവ്മെന്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 1974 ജനുവരിയിൽ വിദ്യാർത്ഥികൾ ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നടത്തുന്നു. എന്തിനാണ്? സാധനങ്ങളുടെ വില കൂടുന്നതിന്, കുക്കിംഗ് ഓയിലിന്റെ വില, എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കമ്മോഡിറ്റീസിന്റെ വില, കറപ്ഷൻസ്, അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലംസ്, ഇതെല്ലാം കാരണം ഗുജറാത്തിലെ ഗവൺമെന്റിനെതിരെ ആര് തിരിയുന്നു? നമ്മുടെ വിദ്യാർത്ഥികൾ തിരിയുന്നു. ആൻഡ് ഈ ഒരു പ്രൊട്ടസ്റ്റിന് പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടീസ് എല്ലാവരും എന്ത് ചെയ്യുന്നു? കൂടെ നിൽക്കുന്നു. അവര് പറഞ്ഞത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ
ലെജിസ്ലേച്ചറിലേക്ക്, സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ വേണമെന്നായിരുന്നു മക്കളെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് ആ സമയത്ത് മൊറാർജി ദേശായി ആയിരുന്നു. 1975 ജൂണിന് ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുകയും ജനങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങി. ആ ഒരു പ്രക്ഷോഭത്തെ തടഞ്ഞു നിർത്താൻ പറ്റാതെ തുടർന്നാണ് അവിടെ നടക്കുന്നത്, ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷനോടുകൂടി 1975 ഇലക്ഷനോടുകൂടി ഗുജറാത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസിനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നു? ഗുജറാത്തിലെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ഗുജറാത്തിലെ സെയിം റീസൺ തന്നെയായിരുന്നു ബീഹാറിലും ഉണ്ടായിരുന്നത്. ഇവിടെയും 1974 സ്റ്റുഡൻസ് ആണ് ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിരുന്നത്. സെയിം കാരണങ്ങൾ തന്നെ, ഫുഡിന്റെ വിലക്കയറ്റം, നമ്മളെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു, അൺഎംപ്ലോയ്മെന്റ്, കറപ്ഷൻ, സെയിം റീസൺ തന്നെയാണ്. ഇവിടുത്തെ മൂവ്മെന്റ് ലീഡ് ചെയ്തത് ജയപ്രകാശ് നാരായണനാണ്. വിദ്യാർത്ഥികൾ JP അഥവാ ജയപ്രകാശ് നാരായണനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ വരാം, പക്ഷെ എങ്ങനെയായിരിക്കണം ഈ മൂവ്മെന്റ്? നോൺ വയലൻസ് ആയിരിക്കണം, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോകരുത്. രണ്ടാമത്തെ കാര്യം, ഈ മൂവ്മെന്റ് ഒരിക്കലും ബീഹാറിൽ ഒതുങ്ങി നിൽക്കരുത്, രാജ്യം ഒന്നാകെ സ്പ്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മൂവ്മെന്റിന് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു നാഷണൽ ക്യാരക്ടറായിട്ട് മാറുകയാണ് മക്കളെ ചെയ്യുന്നത്. പല ആളുകളും വോളണ്ടിയർലി ഈ ഒരു മൂവ്മെന്റ് ഭാഗമാകുന്നു. ബീഹാറിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കണം, ഡിസ്മിസ് ചെയ്യണം എന്നായിരുന്നു ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജയപ്രകാശ് നാരായൺ പറഞ്ഞത്. അദ്ദേഹം ഒരു ടോട്ടൽ റെവല്യൂഷൻ, സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്നു. സോഷ്യൽ, സാമൂഹിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, എല്ലാ മേഖലയിലും നമുക്കൊരു ട്രൂ ഡെമോക്രസി, യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള ജനാധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ വിപ്ലവം നടത്താൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് മക്കളെ ഉണ്ടാകുന്നത്. ഒരുപാട് ബന്ധുക്കളും ധർണകളും ഒക്കെ ഗവൺമെന്റിനെതിരെ ഉണ്ടാകുന്നു. എന്ത് വന്നാലും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പോകണമെന്ന് JPയും, എന്ത് വന്നാലും ഞാൻ പോകില്ല എന്ന് ഇന്ദിരാഗാന്ധിയും പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായത്. ഒപ്പോസിഷൻ പാർട്ടീസുകളായിരുന്ന കോൺഗ്രസ്, ഭാരതീയ ജനസംഘ്, സോഷ്യലിസ്റ്റ് പാർട്ടി, ഇവരെല്ലാവരും ജയപ്രകാശ് നാരായണനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആര് മാറുകയാണ്? നമ്മുടെ JP മാറുകയാണ് മക്കളെ. മൂന്നാമത്തെ റീസണിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ജുഡീഷ്യറിയുമായി നടന്ന കോൺഫ്ലിക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ജുഡീഷ്യറിയുമായി നടന്ന കോൺഫ്ലിക്റ്റിലേക്കാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ജുഡീഷ്യറിക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പാർലമെന്റിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഫണ്ടമെന്റൽ റൈറ്റ്സിന് എത്രമാത്രം ഇമ്പോർട്ടൻസ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ വന്ന് പോവുകയാണ്. ആ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞ നോ എന്നാണ്. നോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഈ ഒരു കോൺഫ്ലിക്റ്റിനെ തുടർന്ന് കേശവാനന്ദ ഭാരതി കേസ് വരുന്നു. അതിന്റെ വേർഡിക്റ്റ് എന്തായിരുന്നു? നിങ്ങൾക്ക് എന്ത് നിയമങ്ങൾ വേണമെങ്കിലും കൊണ്ടുവരാം, പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ബേസിക് ഫീച്ചർ ഉണ്ട്. അത് വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? കോടതി ഉത്തരവിറക്കുകയാണ്. പിന്നീട് ആ സമയത്ത് നടന്ന മറ്റൊരു കോൺട്രവേഴ്സറി എന്ന് പറയുന്നത് AN റായിയുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ സുപ്രീം കോടതിയിലെ 3 സീനിയർ ജഡ്ജിമാരിരിക്കെ അടുത്ത ആളായിട്ട് ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് ആരെ കൊണ്ടുവന്നു? AN റായിനെ കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലാക്കസ്റ്റ് ഡേ എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ ഡെമോക്രസിയുടെ ബ്ലാക്കസ്റ്റ് ഡേ എന്ന് പറയുന്ന എമർജൻസി 1975 ജൂൺ 25 പ്രഖ്യാപിക്കുകയാണ് മക്കളെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഡിക്ലറേഷനിലേക്ക് ലീഡ് ചെയ്ത ഇൻസിഡൻസ്, സംഭവ വികാസങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ്? ഒന്ന്, അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ്, നമ്മുടെ ഗുജറാത്തിലെ ഇലക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മുടെ യുണൈറ്റഡ് ഫ്രണ്ടിന്റെ ഫോർമേഷനും മാസീവ് പ്രൊട്ടസ്റ്റുമാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1975 ജൂൺ 12 ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭ ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെ പരാതി കൊടുത്തത് ഇന്ദിരാഗാന്ധിയുടെ ഒപ്പോണന്റ് ആയിട്ട് 1971 മത്സരിച്ച രാജ് നാരായണനായിരുന്നു കംപ്ലൈന്റ് കൊടുത്തിരുന്നത്. അങ്ങനെ ഈ പെറ്റീഷനെ തുടർന്ന് എന്തിനാണ് പെറ്റീഷൻ കൊടുത്തത്? ഇന്ദിരാഗാന്ധി
ഇലക്ഷന്റെ സമയത്ത് ഗവൺമെന്റ് മെഷീനറീസ് മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇലക്ഷൻ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവര് ഇലക്ഷന്റെ ക്യാമ്പയിൻസിന് ഗവൺമെന്റ് സെർവൻസിന് യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു. ആൻഡ് അതേപോലെ തന്നെ ഷീ കുഡ് നോട്ട് ബി ദ PM ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ PM ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നെന്ത് ചെയ്യാണ് അവിടെ വരികയാണ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ പിന്നെ ഇന്ദിരാഗാന്ധി 1975 ജൂൺ 24 സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതി വിധിയിൽ പാർഷ്യൽ സ്റ്റേ വാങ്ങുന്നുണ്ട്. അതിനെ തുടർന്ന് MP ആയിട്ട് തുടരാൻ പറ്റും, പക്ഷെ ലോക്സഭാ പ്രൊസീഡിങ്സിലൊന്നും എന്ത് ചെയ്ത് ഭാഗമാകാൻ പാടില്ലെന്ന് പറയുന്ന ഒരു വിധി വരികയാണ്. ഗുജറാത്തിലെ ഇലക്ഷൻ നമ്മൾ ഓൾറെഡി എന്തു ചെയ്തു, അതിന്റെ റിസൾട്ട് നമ്മൾ അവിടെ നോക്കിയതാണ്. മൂന്നാമത്തെ ഇൻസിഡൻസ് സംഭവ വികാസങ്ങൾ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് ഫ്രണ്ടിന്റെ ഫോർമേഷൻ ആണ് മക്കളെ. നമ്മുടെ ജയപ്രകാശ് നാരായൺ അടക്കമുള്ള ഒപ്പോസിഷൻ ലീഡേഴ്സ് എല്ലാവരും ഇന്ദിരാഗാന്ധിയുടെ റെസിഗ്നേഷൻ ആണ് വേണമെന്ന് പറഞ്ഞത്. ഇവര് ഒരു മാസീവ് ഡെമോൺസ്ട്രേഷൻ 1975 ജൂൺ 25 രാംലീല ഗ്രൗണ്ടിൽ വെച്ച് ഓർഗനൈസ് ചെയ്യുന്നു. നാഷണൽ വൈഡ് സത്യാഗ്രഹമാണ് നടത്തുന്നത്. ആർമിയോടും പോലീസിനോടും ഗവൺമെന്റ് സർവൻസിനോടും അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇല്ലീഗൽ ആയിട്ടുള്ളതും ഇമ്മോറൽ ആയിട്ടുള്ള ഓർഡേഴ്സ് നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞത്. ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡ് സ്റ്റിൽ ആയി പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് ചെന്നെത്തിക്കുന്നു. എങ്ങനെയാണ് ഗവൺമെന്റ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത്? ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ഗവൺമെന്റ് ഇതുമായിട്ട് എന്ത് ചെയ്ത് റെസ്പോണ്ട് ചെയ്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 352 പ്രകാരം രാജ്യത്ത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് 1975 ജൂൺ 25 അർദ്ധരാത്രി എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ എമർജൻസി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. ഒരിക്കലും ഒരു രാജ്യത്തിന്റെ PM-നെ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കത്തില്ല. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് പറഞ്ഞിട്ടാണ് രാജ്യത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ക്യാബിനറ്റുമായി കൂടി ആലോചിക്കാതെ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രോസസ്സാണ്. പക്ഷെ ആരും ആലോചിച്ചില്ല. പിറ്റേന്ന് നേരം വെളുത്ത് 1975 ജൂൺ 26 രാവിലെ 6 മണിക്കാണ് ഇത് ക്യാബിനറ്റ് പോലും എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു എമർജൻസിയുടെ പരിണിത ഫലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല, ഫ്രീഡം ഓഫ് പ്രസ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എല്ലാവരെയും പിടിച്ച് ജയിലിടുന്ന അവസ്ഥ, RSSനെ ജമാഅത്ത് ഇസ്ലാമിനെ ബാൻ ചെയ്തു, പ്രിവെന്റീവ് ഡിറ്റൻഷൻ കരുതൽ തടങ്കൽ ഉണ്ടായിരുന്നു. നമ്മുടെ സിറ്റിസണ് എമർജൻസി സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ് കൊണ്ടുവന്നു. നമ്മുടെ ലെജിസ്ലേച്ചറെ കാലാവധി 5 നിന്ന് 6 ആക്കുന്നു. PM, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരുടെ ഇലക്ഷൻ ഒന്നും കോടതി ചലഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെയാണ് നമുക്ക് എവിടെ എഴുതാനുള്ളത്, എമർജൻസിയിൽ എഴുതാനുള്ളത്. ഓക്കെ, ഒരു 10-12 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്തു, എമർജൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ ആണ്. അടുത്ത essay ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം മക്കളെ. പാർട്ടീഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, ഫസ്റ്റ് ചാപ്റ്ററിലെ ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിങ്ങിലെ essay ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇത്. ഇവിടെ നമുക്ക് 2 രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഹൃദയങ്ങളുടെ അതിർത്തികളുടെ വിഭജനം മാത്രമായിരുന്നില്ല, ഹൃദയങ്ങളുടെ വിഭജനം കൂടിയായിരുന്നു. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എക്സ്പ്ലെയിൻ ചെയ്യൂ, അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, വിഭജനത്തിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്ന രീതിയിലും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 2 നാഷൻ തിയറിയെ തുടർന്ന് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും മറന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2ആയി ഡിവൈഡ് ചെയ്യുന്നു. അത് കമ്മ്യൂണലിസം, വർഗീയത ആളുകൾക്കിടയിൽ കൊണ്ടുവരുന്നു. 2 നാഷൻ തിയറി കൊണ്ടുവന്നിരുന്നത് മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ലീഗിന്റെ ഫൗണ്ടർ ആയിരുന്ന മുഹമ്മദ് അലി ജിന്നയാണ് കൊണ്ടുവന്നിരുന്നത്. ഹിന്ദുക്കൾക്ക് ഇന്ത്യയും മുസ്ലിമുകൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള രാജ്യവും അത് പാകിസ്ഥാൻ വേണമെന്ന് അദ്ദേഹം പറയുകയാണ്. ഈ വിഭജനത്തിന്റെ പ്രോസസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളതും ആയിരുന്നു. 2 വിഭാഗങ്ങളിലെയും റിലീജിയസ് ആയിട്ടുള്ള മെജോറിറ്റി ആയിട്ടുള്ള ഏരിയകൾ. ഇപ്പം ഈ ഏരിയയിൽ കുറെ ഹിന്ദുക്കളുണ്ട്, അവിടെ ഇന്ത്യ. ഈ ഏരിയയിൽ കുറെ മുസ്ലിംസുകളുണ്ട്, അവിടെ പാകിസ്ഥാൻ. അങ്ങനെ രൂപീകരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 1947 ഇന്ത്യയുടെ ഭൂപടം നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ 2 പാകിസ്ഥാൻ നമുക്ക് കാണാൻ പറ്റും, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും. ഈ ഈസ്റ്റ് പാകിസ്ഥാനാണ് പിന്നീട് എന്തായി മാറിയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ബംഗ്ലാദേശായി മാറിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ നമുക്ക്
ഇന്ത്യയിൽ എവിടെയും സിംഗിൾ മെൽറ്റ് ഓഫ് മുസ്ലിം മെജോറിറ്റി ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 പാകിസ്ഥാൻ രൂപീകരിക്കേണ്ടി വന്നത്. അതേപോലെ എല്ലാ മുസ്ലിംസുകൾക്കും പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പോലുള്ള വ്യക്തികൾക്കും അദ്ദേഹത്തിന് അനുയായികൾക്കൊന്നും എവിടേക്ക് പോകാൻ പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പഞ്ചാബ്, ബംഗാളൊക്കെ മുസ്ലിം മെജോറിറ്റി ഏരിയ ആണ്. അതേപോലെ അവിടെ ഹിന്ദുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, മെജോറിറ്റി പ്രൊവിൻസുകളാണ്, ഹിന്ദുക്കളുള്ള മെജോറിറ്റി പ്രൊവിൻസുകളാണ്. അതുകൊണ്ട് ഓരോ ഏരിയകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ് ചെയ്തത്. 2 വിഭാഗങ്ങൾ, അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ മുസ്ലിംസുകൾ, പാകിസ്ഥാനിലാണെങ്കിൽ ഹിന്ദുക്കൾ, ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ മൈനോറിറ്റി വിഭാഗം അനുഭവിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. അവർ ട്രാപ്പായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ് മക്കളെ ചെയ്യുന്നത്. ഇതിന്റെ കോൺസിക്വൻസസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഹ്യൂമൻ പോപ്പുലേഷന്റെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രാജിക് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കും. 1947 ഇത്തരത്തിലുള്ള ഒരു ട്രാജിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒരുപാട് കില്ലിങ്ങും അട്രോസിറ്റീസും നടക്കുന്നു. ഫോഴ്സ്ഫുള്ളി ആളുകളെ പിടിച്ച് തള്ളി ഒരു രാജ്യത്തേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. സ്ത്രീകളെ റേപ്പ് ചെയ്യുക, ഈ പല സ്ഥലങ്ങളിലേക്ക് വിഭജിച്ചു പോയ അച്ഛനും അമ്മയും ഒക്കെ പിന്നെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ വന്ന് നോക്കുമ്പോൾ ഈ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും, ഗർഭിണികളായിരിക്കും. അപ്പം ഇനി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരുപാട് പെത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഹൃദയങ്ങളുടെയും കുടുംബങ്ങളുടെയും കൂടെ വിഭജനമായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ക്ലബ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ ആണ് നമുക്ക് എന്ത് ചെയ്ത് സ്വാതന്ത്ര്യം നേടിത്തരുന്നത്. അവരൊരിക്കലും 2 നാഷൻ തിയറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാർട്ടീഷന് ശേഷവും ഇന്ത്യൻ പോപ്പുലേഷനിലെ 1, 2, 3, 4, 5, 6 അല്ല 12% ആരായിരുന്നു, മുസ്ലിംസുകളായിരുന്നു. അതിനർത്ഥം എന്താണ്, ആക്ച്വലി മുസ്ലിംസുകൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കാൻ താല്പര്യമുണ്ടായിരുന്നോ? ഇല്ല. എല്ലാവർക്കും പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നോ? ഇല്ല. ഇത് തികച്ചും മുഹമ്മദ് അലി ജിന്നയുടെയും അതേപോലെ അതിന്റെ പിന്നിലുള്ള കറുത്ത കരങ്ങളായ ബ്രിട്ടീഷുകാരുടെയും ഒരു തീരുമാനമാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാ, അപ്പൊ ഭിന്നിപ്പിച്ച് അങ്ങോട്ട് ഭരിക്കുക, എന്തായാലും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ട് അവരങ്ങോട്ട് ഭരിച്ചോടെ തമ്മിൽ തല്ലി കലഹം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അന്ന് ഉണ്ടാക്കിയോണ്ട് നമ്മൾ ആ ഒരു സമയത്തല്ലേന്ന്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ആൻഡ് അടുത്ത എസ്സേയിലേക്ക് നമ്മൾ പോവാണ് മക്കളെ. ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചത്. ഐഡന്റിഫൈ ദ റീസൺ വിച്ച് ലെഡ് ടു ദ ചിപ്കോ മൂവ്മെന്റ് ഇൻ UP ഇൻ ഏർലി 1970s. 1970കളിൽ ചിപ്കോ മൂവ്മെന്റ് നമ്മൾക്ക് നടന്നതെന്ന് അറിയാം അല്ലെ. അതിന്റെ കാരണം എന്തായിരുന്നു, അതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ തുടർന്ന് ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ റൈറ്റ്സ് നെഗ്ലക്ട് ചെയ്തതിനെ തുടർന്ന് നടന്നൊരു മൂവ്മെന്റ് ആണ്. വളരെ പീസ്ഫുൾ ആയിട്ട് നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ആക്ഷൻ ആയിരുന്നു. ആൻഡ് അവരെ ഫോറസ്റ്റില് ഇൻഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുകയാണ്. അതായത് ഫോറസ്റ്റിലെ ആളുകളോട് അവിടെയുള്ള മരങ്ങളൊന്നും കട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ അവർ വലിയ തേക്ക് കൊണ്ടുപോയിട്ട് വീടുണ്ടാക്കല്ല, ചെറിയ വിറക് കൊള്ളികൾ കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് അവർ യൂസ് ചെയ്യുന്നത്. അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അതേസമയം എന്ത് ചെയ്യാണ്, കോൺട്രാക്ടേഴ്സിന് ടിമ്പർ കോൺട്രാക്ടേഴ്സിന് സൈമൺസ് എന്ന് പറയുന്ന സ്പോർട്സ് കമ്പനിക്ക് അത് ട്രീസ് കട്ട് ചെയ്യാനുള്ള അനുമതി നൽകുകയും അതിനെ തുടർന്ന് ഇവർ നടത്തിയ പ്രൊട്ടസ്റ്റുമാണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഫോറസ്റ്റ് റിസോഴ്സസ് ആയ ഫുഡ്, വാട്ടർ, അതേപോലെ തന്നെ അവിടുത്തെ നമ്മളെ റിസോഴ്സസ്, എല്ലാ കാണാത്ത റിസോഴ്സസും എന്താണ്, ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആയിരിക്കണം, അവരുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള യൂസിന് അല്ലെങ്കിൽ ആ വില്ലേജസിന് നീഡ്സിനായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ടായിരുന്നു ഈ പുറത്തുള്ള കോൺട്രാക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഇങ്ങനെ മരങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് എൻവയോൺമെന്റൽ ഡാമേജ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നു, സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നു, നമ്മുടെ വാട്ടർ റിസോഴ്സസ് ഒക്കെ ഡ്രൈ ആവുന്നു. അത് നമ്മൾ അഗ്രികൾച്ചറിനെയും അതേപോലെ ലൈഫിനെയും നെഗറ്റീവായിട്ട് എന്ത് ചെയ്യാണ്, എഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ലോക്കൽ റൈറ്റ്സിന്, ലോക്കൽ ആയിട്ടുള്ള പീപ്പിളിനും അവർക്കും ആവശ്യങ്ങളുണ്ട്. അവർ ഈ ഒരു ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. സോ കൃത്യമായിട്ട് അത് പ്രോപ്പർ ആയിട്ടല്ല അത് കൺസൾട്ട് ചെയ്യുന്നതെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫിനെ നെഗറ്റീവായിട്ടാണ് ഇത് എഫക്ട് ചെയ്യുക. ഇനി
ട്രിഗറിങ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ സൈമൺസ് എന്ന് പറഞ്ഞ സ്പോർട്സ് കമ്പനി വരുന്നതും മരങ്ങൾ കട്ട് ചെയ്യുന്നതും. അപ്പൊ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യാം, മരത്തിനെ ഹഗ് ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മരം കട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? ആൻഡ് എന്താണ് ഈ ചിപ്കോ മൂവ്മെന്റ് ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്? അടുത്ത 15 വർഷത്തേക്ക് ഹിമാലയൻ റീജിയന് മരങ്ങളൊന്നും കട്ട് ചെയ്യാൻ പാടില്ലെന്നുള്ള വിധി വരുന്നു. അതേപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. ആളുകൾക്കിടയിൽ ഒരു നാഷണൽ വൈഡ് ഗ്ലോബൽ അവയർനെസ് എന്തിനെ കുറിച്ച്, എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ മക്കളെ അതേപോലെ തന്നെ നമ്മുടെ വിമന്റെ എംപവർമെന്റ്, കാരണം സ്ത്രീകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തതും മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മൂവ്മെന്റ് നടത്തിയതും. സോ സ്ത്രീകളുടെ പങ്കാളിത്തം, അവരുടെ എംപവർമെന്റ് ഇതൊക്കെ ആളുകളിലേക്ക് അറിയാൻ തുടങ്ങി. പിന്നീട് തുടർന്നുള്ള ഒരുപാട് ഫ്യൂച്ചർ മൂവ്മെന്റിന് ഒരു ഇൻസ്പിറേഷനായി മാറാൻ തുടങ്ങി. കാരണം ഇവരുടെ ആവശ്യങ്ങൾ അറിയിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തോ വെട്ടോ അങ്ങനെ നടത്തിയിട്ടല്ല. ഇവരെങ്ങനെയാണ് നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ആരെയും ഉപദ്രവിക്കാതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിച്ചിട്ട് നടത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അത്രയും വളരെ കാമായിട്ട് നടന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ്. അപ്പൊ അത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയാലും വിജയിക്കുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അതാണ് പറയുന്നത്, ഫ്യൂച്ചർ മൂവ്മെന്റ്സുകൾക്ക് ഒരു ഇൻസ്പിറേഷനായി മാറാൻ വേണ്ടിയിട്ട് ഈ മൂവ്മെന്റ് സാധിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ essay ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാനാണ് പോകുന്നത്. അതോടൊപ്പം നിങ്ങൾ ലൈവും കാണാം. എക്സാം വളരെ ഈസി ആയിരിക്കും, ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ ബൈ ഡിയേഴ്സ്.